യൂട്യൂബ് ചാനൽ തുടങ്ങി 6ാമത്തെ ദിവസം പ്ലേ ബട്ടൺ വന്ന ഒരാളാണ്. ഫസ്റ്റ് തുടങ്ങിയ മാസം തന്നെ എനിക്ക് അക്കൗണ്ടിൽ പൈസ വന്നത്. ജനങ്ങളുടെ സപ്പോർട്ട് എനിക്ക് അത്ര ഉണ്ട്. ഈ അടുത്ത് ആരുടെ തമ്പിലാണ് അടി കൊണ്ടേ കമന്റ്? ഒരാളുടെ പ്രശ്നമല്ലല്ലോ, ഒരു മനുഷ്യനെ അറിഞ്ഞിട്ട് ഇങ്ങനെ വരുന്നില്ല. ഒരാണും അങ്ങനെ വരുന്നില്ല. തമ്പുരാനായിട്ട് കൊടുക്കുന്നല്ലേ അങ്ങനെ ഒരു ഇത്. ഒരാണും പെണ്ണിന്റെ മനസ്സും അങ്ങനെയൊക്കെ കൊടുക്കുന്നത്. ഇപ്പൊ നീ അങ്ങനെ നടക്കുവോ? വീഡിയോസുകൾ മാത്രം കണ്ടുള്ള പരിചയമുള്ളൂ എനിക്ക് രേണുസു. അന്ന് ആ സൂചിച്ചാൻ ട്രോഫിയൊക്കെ ഇങ്ങനെ എടുത്ത് അവാർഡൊക്കെ കൊണ്ട് കട്ടിൻ്റെ അടിയിലൊക്കെ ഇട്ടപ്പോൾ എനിക്ക് നുണ പറയല്ല, എനിക്ക് മനസ്സിൽ വെച്ച് പറയാം. അന്ന് സൂചിച്ചാൻ്റെ ആണ്ടിൻ്റെ അന്ന് അവിടെ ഡാൻസ് കളിച്ചു അലൻ ജോൺസൺ. ഇങ്ങനെ കൈ അടിച്ചിട്ടാണ് പുള്ളിക്കാർ പറഞ്ഞത് ഇന്ന് ഇവിടെ കളിച്ചത്. ഒരു കമൻ്റൊക്കെ പുള്ളിക്കാർ പറയണ്ടായിരുന്നു. പുള്ളിക്കാരൻ കളിച്ച് രേണുസു ചേച്ചിക്ക് പറയാമായിരുന്നു. പക്ഷെ അതങ്ങനെയല്ല. എടാ നമുക്ക് ശരിയാണ്, നീ എൻജോയ് ചെയ്തോ, കുഴപ്പമില്ല. നമ്മൾ പേശ സമയങ്ങളിൽ നമ്മൾ ഷൂട്ടിൻ്റെ സമയത്തൊക്കെ ചെയ്ത് എനിക്ക് കുഴപ്പമില്ല. ഇന്ന് എൻ്റെ ഭർത്താവ് മരിച്ച ദിവസമാണ്. കാലക്രമേണ ഞാൻ അതിസുന്ദരിയാകുകയും എനിക്ക് ചെയ്തപ്പോൾ അതിന്റെ നെഗറ്റീവ്സ് തീർച്ചയായിട്ടും ഞാൻ അധികം ബ്യൂട്ടീഷ്യൻ ഒന്നും ചെയ്യാറില്ല. കാരണം രണ്ട് സൗന്ദര്യം ഉള്ളത് കൊണ്ട് ഞാനതൊന്നും ചെയ്യാം. പക്ഷെ ബ്യൂട്ടീഷ്യൻ മാത്രം ഞാൻ ചെയ്യാറില്ല, ഇതുവരെയും ചെയ്തിട്ടില്ല. കാരണം ജനിച്ചപ്പോ കാരണന്മാർക്ക് നല്ല ഭംഗിയുണ്ട്, കോലമുണ്ട്. ഈ അടുത്ത് ഇട്ട നെഗറ്റീവ് കമന്റ് ഏതാ ഓർത്തിരിക്കുന്നത്? എനിക്ക് വീഡിയോ അല്ല, എന്താ സുധിച്ചേച്ചി ഇടുന്നല്ലേ പറഞ്ഞത്? നെഗറ്റീവ് ഒന്നും ഇടൂല, പോസിറ്റീവ് ഇടുള്ളൂ. ലവ് ചിഹ്നം രണ്ടെണ്ണം. മറ്റേ വാഗ തുറന്നൊക്കെ എഴുതാറുണ്ട്. വാ തുറന്നൊക്കെ എഴുതാറുണ്ട്. തുറന്നിട്ട് ഇങ്ങനെ എഴുതി വിടാം. എന്താ എഴുതിവിട്ടെ? ഈ അടുത്ത് എഴുതി വിട്ട ഒരു സാധനം പറഞ്ഞു നോക്കി എടുക്കണം. അല്ലെങ്കിൽ ഓർത്ത് എഴുതിയത് നിങ്ങൾ എന്നെ ഏറിക്കാറ്റുള്ള അറിയാനുള്ള ഒരു ആഗ്രഹം കൊണ്ട്. ഈ അടുത്ത് ആരുടെ തമ്പിലാണ് അടി കൊണ്ടേ കമന്റ് ഇട്ടത് പോസ്റ്റില്? ജാസി. അത് ഭയങ്കര കണ്ടായിരുന്നു. എന്താ ഭയങ്കര പ്രശ്നമായിരുന്നു. എന്താ വിഷയം എന്താന്ന് പറയാം? ജാസി ഓപ്പറേഷൻ ചെയ്തില്ല. എന്താ ഓപ്പറേഷൻ ചെയ്ത്? കഴിഞ്ഞ ദിവസം എന്തോ ഓപ്പറേഷൻ ലിംഗമാറ്റം ചെയ്തെന്നൊക്കെ പറയുന്നു. അതിന്റെ യാഥാർത്ഥ്യം ഒന്നും ഇപ്പോഴും വ്യത്യസ്തമായിട്ട് നിൽപ്പുണ്ട്. ഞാൻ കണ്ടില്ല. എങ്കിലും എനിക്ക് ഓപ്പറേഷൻ കണ്ടില്ലെന്നോ? അയ്യോ, ഞാൻ അങ്ങനെ മാറ്റിവരുന്ന കണ്ടില്ല. എന്റെ ദൈവമേ, ഇച്ചറക്കണ ഇടങ്ങറ. അത് മൈൽസ്റ്റോണിന്റെ ഒരു അവാർഡ് കിട്ടുന്ന ഈ പുള്ളിക്കാരെ ഞാൻ നേരിട്ട് കാണുന്നത്. അല്ല, വീഡിയോസ് മാത്രമേ കണ്ടിട്ടുള്ളൂ. അപ്പോൾ ഇതിനെ കണ്ടപ്പോഴത്തേക്കും ഭയങ്കര സ്നേഹമുള്ള ഒരാളാണ് കേട്ടോ. നമ്മുടെ ഇടപെടലും സംസാരവും. അപ്പോൾ നമ്പറൊക്കെ മേടിച്ച് എന്നെ വിളിക്കാറുണ്ട്, സംസാരിക്കാറുണ്ട്. എന്തെങ്കിലും അത്യാവശ്യ കാര്യങ്ങളൊക്കെ മാത്രം സംസാരിക്കാറുണ്ട്. അങ്ങനെയൊക്കെ. അപ്പോൾ ഒരാളുടെ പ്രശ്നമല്ലല്ലോ, ഒരു മനുഷ്യനെ അറിഞ്ഞിട്ട് ഇങ്ങനെ വരുന്നില്ല. ഒരാണും അങ്ങനെ വരുന്നില്ല. തമ്പുരാനായിട്ട് കൊടുക്കുന്നല്ലേ അങ്ങനെ ഒരു ഇത്. ഒരാണും പെണ്ണിന്റെ മനസ്സും അങ്ങനെയൊക്കെ കൊടുക്കുന്നത്. അത് തമ്പുരാൻ കൊടുക്കുന്നില്ല. അയാൾ അറിഞ്ഞിട്ട് എങ്ങനെ എനിക്കിങ്ങനെ ഇപ്പൊ നീ അങ്ങനെ നടക്കുവോ? നടക്കുകയല്ലോ. നിന്റെ മനസ്സിൽ നീ ആണായിട്ട് തന്നെയാണ്. പക്ഷെ ഉള്ളിലൊരു പെണ്ണായിട്ട് പുറമെ ആണായത് അതിന്റെ കുറ്റമല്ല. അല്ല. അപ്പൊ അതിനു വേണ്ടി ഞാൻ കിട്ടും, ജാസ്തി നീ വിഷമിക്കണ്ട, ഇതൊക്കെ കവർ ചെയ്ത് നീ പോരും, ഞങ്ങളൊക്കെ ഇല്ലേ കൂടെ, അത്ര എഴുതിയിട്ടുള്ളൂ, വേറെ ഒന്നും എഴുതിയിട്ടില്ല. പൊന്നച്ചോ കുറെ ലൈക്കൊക്കെ കിട്ടിയിട്ടുണ്ട്. 4000 സംതിങ് ലൈക്കൊക്കെ കിട്ടി. അതിൻ്റെ അടി പെണ്ണുമ്പോഴാ നിങ്ങളെനിക്ക് ഇച്ചിരി വിലയുണ്ടായിരുന്നു. ഞാൻ നിങ്ങളെ അൺബ്ലോക്ക് ചെയ്ത്, ഞാൻ അൺസബ്സ്ക്രൈബ് ചെയ്ത്. നിങ്ങളെ വില നിങ്ങളെ കളയരുത്, മറ്റതല്ലേ മറിച്ച് ഭൂലോക തെറിയൊക്കെ. അങ്ങനെ എനിക്ക് ആദ്യമായിട്ടൊരു നെഗറ്റീവ് വന്നത് ജാസിക്ക് കമന്റ്. അല്ല, ഈ ജാസിയുടെ ഈ വിഷയം പറഞ്ഞതുകൊണ്ട് ജാസി ഒത്തിരി കോപ്രായം കാണിക്കുന്നതായിട്ടൊക്കെ തോന്നുന്നുണ്ടോ? ഇല്ല. അവർ റീൽസ് കണ്ടിട്ടുണ്ടോ? റീൽസ് ഒക്കെ കണ്ടു. ഞാൻ ഇൻ്റർവ്യൂ ചെയ്ത് വളരെ വൈറലായ അവസാനം ഈ ആശയുടെ ഉമ്മയുടെ അടുത്ത് പോയി ഇൻ്റർവ്യൂ, അത് മില്യൺസ് വ്യൂസ് ഒക്കെ പോയി. വലിയ ഞാനുമായിട്ട് അതും കണ്ടായിരുന്നല്ലേ? എല്ലാം കാണും. ഇങ്ങോട്ട് കയറാൻ ഈ പുള്ളി എന്റെ കർത്താവ്, ഞാൻ അടുത്ത് കയറില്ല. അപ്പം ഞാൻ ഇതുപോലെ ആശിനെ ഇൻ്റർവ്യൂ ചെയ്തു. ആശിയുടെ ഇൻ്റർവ്യൂ ചെയ്തു. അത് ആശിയുടെ ആദ്യമായിട്ട് ആശി ഒറ്റയ്ക്ക് വന്ന് ഇൻ്റർവ്യൂ ചെയ്യുന്നത് ഞാനാണ് ഇൻ്റർവ്യൂ ചെയ്യുന്നത്. അത് വലിയ രീതി വൈറലായി. ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാം വാട്സപ്പോ ഏകദേശം എനിക്ക് തോന്നുന്നു 1 കോടി 10 മില്യൻ്റെ അടുത്തും കണ്ടോ. ആ ഒരു ഇൻ്റർവ്യൂ മാത്രം വ്യൂ പോയി ഫേസ്ബുക്കും വാട്സപ്പും യൂട്യൂബിലൊക്കെ കൂടെ, ഇൻസ്റ്റഗ്രാമിലെല്ലാം കൂടെ. അതിനുശേഷം ജാസിയുമായിട്ട് ഇൻ്റർവ്യൂ, ഇവർ രണ്ടുപേരും കൂടെ ഒരുമിച്ചിരുന്നുള്ള ഇൻ്റർവ്യൂ. ഇതിനുശേഷം നേരെ ഞങ്ങളുടെ ചാനലിൽ കൊണ്ട് ആശിയുടെ ഉമ്മാനെ പോയി ഇൻ്റർവ്യൂ ചെയ്ത്. അതിനുശേഷം എന്നെ തമ്മിൽ കണ്ട ഞങ്ങൾ മിണ്ടേല. എന്നെ വിളിച്ച് ഭയങ്കര ഭീഷണിയൊക്കെ ആയിരുന്നു ആശി. പിന്നെ അത് ചാനലിൽ കൂടെ ഞാൻ പറയുന്നത്, ആശി എന്നെ വിളിച്ച് കൊലപാതകം ചെയ്ത് നീ എൻ്റെ വീട്ടിൽ കയറി കളിച്ചു, അതാ മറ്റേതാ മറിച്ചാന്നൊക്കെ പറഞ്ഞ് ഭയങ്കര. ജാസി പ്രശ്നമൊന്നുമില്ല. ജാസി എന്നോട് പറഞ്ഞു, നീ നിൻ്റെ ജോലിയാണ് ചെയ്തത്, എനിക്ക് കുഴപ്പമൊന്നുമില്ല. പക്ഷേ ആശിക്ക് ഭയങ്കരമായിട്ട് ഫീൽ, ആശി എന്നെ കൊല്ലും, നിനക്ക് വലിയ ബൂമറാങ്ങാണ്, കർമ്മ ഇസ് ബൂമറാങ്, നിനക്ക് വലുതെന്തോ വരാനുണ്ട് എന്നൊക്കെ പറഞ്ഞ് വലിയ രീതിയിലുള്ള ഭീഷണിയൊക്കെ ആയിരുന്നു. ഇത്ര അടുത്ത് ബന്ധം ഞങ്ങളമ്മീ.
എന്നിട്ട് ആ ഒരു സംഭവം മാത്രം, അതാണ് ഏറ്റവും ലാസ്റ്റ് ഇട്ട നെഗറ്റീവ് കമന്റ്സ് എനിക്ക്. അല്ല, അപ്പൊ ജാസിനെ സപ്പോർട്ട് ചെയ്യുന്നു? എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, ഭയങ്കര ഇഷ്ടമാണ്. ഇപ്പം എൻ്റെ വടിയിൽ എന്ത് വന്നാലും എനിക്ക് പ്രശ്നമില്ല. ഒരു വ്യക്തി സ്വാതന്ത്ര്യം, അത് ഒരാളെ ആരും ഇഷ്ടപ്പെടണം, എങ്ങനെ ഇഷ്ടപ്പെടണം, എൻ്റെ വ്യക്തി സ്വാതന്ത്ര്യം. എനിക്ക് വ്യക്തിപരമായി അവരോട് യാതൊരു കാരണം ഒരാൾ ജനിക്കുമ്പോഴേ ഇങ്ങനെ വരുന്നതല്ല, അത് അവരുടെ ഹോർമോണിന്റെ ചേഞ്ച്, അതങ്ങനെയാണ്. തീർച്ചയായിട്ടും ഞാൻ അവരെ മാറ്റി നിർത്തുന്ന ഒരാളെന്നില്ല, ഞാൻ അങ്ങനെയുള്ളവരെ സ്നേഹിക്കുന്നു. അതൊക്കെ പടച്ചവന്റെ സൃഷ്ടിപ്പ് എന്നുള്ള രീതിയിൽ അല്ല, ദൈവത്തിന്റെ സൃഷ്ടിപ്പാണ്. അത്രേ ഉള്ളൂ. അത്തരത്തിൽ LGBTQ കമ്മ്യൂണിറ്റിയൊന്നും നമ്മളാരും എതിർക്കുന്നവരോ അങ്ങനെ. പക്ഷേ ആ ഉമ്മായുടെ വേദന കണ്ട ഒരു വ്യക്തി എന്ന രീതിയിൽ എനിക്ക് അതിൻ്റെ ഒരൊറ്റ അഭിപ്രായം മാത്രമേ ഉള്ളൂ. ആശി ജാസിനെ ഇഷ്ടപ്പെട്ടു, അതിനൊപ്പം തന്നെ ഉമ്മനെയും കൂടി ചേർത്ത് പിടിക്കാനുള്ളൊരു മനസ്സും കൂടി അദ്ദേഹം കാണിക്കണം എന്നെനിക്ക് പലതവണ തോന്നിയിട്ടുണ്ട്. ഞാൻ നേരിട്ടും പറഞ്ഞിട്ടുണ്ട്, അവർ തമ്മിലുള്ള സ്നേഹമാണ്. അതൊന്നും ആരും ചോദ്യം ചെയ്യാൻ നമ്മളാരും ബാധ്യസ്ഥരല്ലല്ലോ, ആർക്കും സാധിക്കത്തുമില്ല. പക്ഷേ അതുപോലെ തന്നെ ആ ഉമ്മാനെയും കൂടി സ്നേഹിക്കാനുള്ളൊരു മനസ്സ് അവർ കാണിക്കണം. അത്രേ ഉള്ളൂ അതിൻ്റെത്. അതിനുശേഷം പിന്നീട് എവിടെ നിർത്തിയത്? ഇതിങ്ങനെ മറ്റേ കാടിങ്ങനെ കറങ്ങല്ലേ നിന്ന്. ഇതിനിടയ്ക്ക് എന്തിനാ ഈ നെഗറ്റീവ് കമന്റ്സ് ഒക്കെ കയറ്റിയത്? അതല്ല ഞാൻ അല്ല, അതുപോലെ വേറെ അത്തരത്തിൽ ആരെങ്കിലും സുധിച്ചേച്ചിയുടെ വീഡിയോസിന്റെ താഴെ ഏതെങ്കിലും വലിയ സെലിബ്രിറ്റീസ് കമന്റ് എടുത്ത സാഹചര്യം? അത് ഞാൻ ഇതിനു മുന്നേ ഞാൻ എൻ്റെ യൂട്യൂബ് ചാനലിൽ എൻ്റെ പറ്റി വീഡിയോ ഇട്ടിട്ടുണ്ട്. ഞാൻ എൻ്റെ കൊച്ചുങ്ങളെ കാണിച്ചിട്ട് യാചിച്ച് ജീവിക്കുവാണ്, എൻ്റെ കൊച്ചുകളെ കാണിച്ച് പൈസ ഉണ്ടാക്കുവാന്നൊക്കെ പറഞ്ഞു. അത് ബാക്കി എന്ത് നെഗറ്റീവ് വന്നാലും എനിക്ക് പ്രശ്നമില്ല. പിന്നെ കാലക്രമേണ ഞാൻ അതിസുന്ദരിയാകുകയും ഒക്കെ ചെയ്തപ്പോൾ അതിൻ്റെ നെഗറ്റീവ്സ് തീർച്ചയായിട്ടും അതിസുന്ദരിയായതുകൊണ്ട് മാത്രം എന്ത് ചെയ്യാൻ സൗന്ദര്യം ഞാൻ അധികം ബ്യൂട്ടീഷ്യൻ ഒന്നും ചെയ്യാറില്ല, കാരണം വരട്ടെ സൗന്ദര്യം ഉള്ളത് കൊണ്ട് ഞാനതൊന്നും ചെയ്യാറില്ല. ഇത് ഇങ്ങനെ മുടി വന്നപ്പോ അതിന്റെ മക്കളുടെ കാര്യം മുടി ഇങ്ങനെ ചെയ്യാൻ പ്രേരിപ്പിച്ചതാന്ന്. കാർത്തിസൂരുടെ കല്യാണത്തിന് പോയി ഞാൻ സാധാരണ വീട്ടമ്മയുടെ മോള് തന്നെയായിരുന്നു. ഇപ്പോൾ ഞാൻ വീട്ടമ്മയാണ് കേട്ടോ. ഞാൻ ഇങ്ങനെ മുടി സാധാരണ ക്ലിപ്പിട്ട് അങ്ങനെ കിട്ടുന്നത്, എണ്ണയൊക്കെ വെച്ച് കുളിച്ച് അങ്ങനത്തെ ഒരാളാണ്. അപ്പോൾ ഞാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ആ കല്യാണത്തിന് ഇങ്ങനെ ഒരു സാധാ രീതിയിലെന്ന് വെച്ചത്. അപ്പോൾ വിദ്യ എന്ന് പറഞ്ഞ പത്തനംതിട്ട കൊച്ച, അപ്പം ബ്യൂട്ടി പാർലർ നടത്തുന്ന. അപ്പോൾ എന്നെ വിളിച്ചു ചേച്ചി ഞാനിങ്ങനെ ചേച്ചിയുടെ മുടി ഇങ്ങനെ ശരിയാക്കി തരാം, 6 മാസം ഇങ്ങനെ കിടക്കും, അപ്പോൾ ഫ്രീ ആയിട്ട് ചെയ്ത് തരാം, 1 രൂപ പോലും മുടക്കണ്ട, ചേച്ചിക്ക് ഞാൻ ചെയ്തു തരാം. അവരുടെ വീഡിയോസ് നമ്മുടെ അക്കൗണ്ട് ഇട്ടാൽ മതി. അപ്പം ഞാൻ ഒരു 25 പ്രാവശ്യം ചിന്തിച്ചു ഇത് എങ്ങനെ ബാധിക്കും, ഇതിനെ ഞാൻ ഇതെന്ത് ചെയ്യും. എനിക്കറിയാം ഇതിൽ നെഗറ്റീവ് വരുമെന്ന്, നമുക്കറിയാമല്ലോ എനിക്ക് വരുമെന്ന് എനിക്കറിയാം. നെഗറ്റീവ് എന്തിനാ വരുന്നത്? നമ്മുടെ മുടി, നമ്മുടെ സൗകര്യം, നമ്മുടെ ഇഷ്ടത്തിൽ നമ്മൾ ജീവിക്കുന്നു. ആർക്കാ നെഗറ്റീവ് പറയാൻ അവകാശം? നെഗറ്റീവ് പറയാൻ അവകാശം എന്ന് വെച്ചാൽ ഞാൻ എല്ലാവരെയും ചേർത്ത് പിടിക്കുന്ന ഒരാളാണ്. എന്നെ ഒരാൾ സ്നേഹിച്ചാൽ അത് ഞാൻ കപടമായിട്ട് സ്നേഹിക്കത്തില്ല, അവരെ ചേർത്ത് വെക്കുന്ന. അപ്പം ഞാൻ ഒന്നുമില്ലായ്മയെന്ന് യൂട്യൂബ് ചാനൽ, എനിക്ക് യൂട്യൂബ് ചാനൽ എന്ന് പറഞ്ഞുകൊണ്ടല്ലോ, യൂട്യൂബ് ചാനൽ തുടങ്ങി 6ാമത്തെ ദിവസം പ്ലേ ബട്ടൺ വന്ന ഒരാളാണ് ഞാൻ. 6ാമത്തെ ദിവസം ഫസ്റ്റ് തുടങ്ങിയ മാസം തന്നെ എനിക്ക് അക്കൗണ്ടിൽ പൈസ വന്നത് എനിക്ക് ജനങ്ങളുടെ സപ്പോർട്ട് എനിക്ക് അത്ര ഉണ്ടായിരുന്നു. അമ്മമാരും ചേച്ചിമാരും അച്ഛന്മാരും ഒത്തിരി സപ്പോർട്ട്. ഇത്രയും വേദനകളും സഹിച്ച് ഇങ്ങനെ കയറി വരുന്ന ഒരു വ്യക്തിയോടുള്ള ഒരു മലയാളിയുടെ സ്നേഹം ഉണ്ടല്ലോ, അത് സ്വാഭാവികമായിട്ടും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ അവരെ ചേർത്ത് പിടിക്കുന്നത്. അവരെന്നെ നെഗറ്റീവ് അല്ല അവരുടെ മനസ്സിൽ, ഞാൻ മോഡേൺ ആയതല്ല അവരുടെ പ്രശ്നം. അവർ സ്നേഹിച്ചത് എന്നെ ആ സാധാ ലെവലിൽ നിൽക്കുന്ന സുതിമോളെയാണ്. സാധാ മുടിയൊക്കെ കെട്ടി ഒരു വീട്ടമ്മയായിട്ടിരിക്കുന്ന സാധാരണക്കാരിയായ മുടിയൊക്കെ മാറ്റി വരുമ്പോൾ ആള് ലെവല് മാറിയ പോലെ സാധാരണ നിലയിൽ ചിന്തിക്കുന്നവർ ചിന്തിക്കും. അത് നെഗറ്റീവ് ഞാൻ പറഞ്ഞിട്ടില്ല, എനിക്കത് നെഗറ്റീവോട് പറയാൻ ഇഷ്ടമല്ല അത്. അപ്പോൾ അങ്ങനെ ഒത്തിരി എനിക്ക് ഇത് വേണ്ട, ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ല. ഞാൻ അതുപോലെ തന്നെ പല കമന്റുകളും കണ്ടിട്ടുണ്ട്, കൊല്ലം സ്തുതിക്ക് ശേഷം ഞങ്ങൾക്കൊരു പുതിയ സ്തുതിനെ കിട്ടിയിട്ടുണ്ട്. അങ്ങനെ ഇഷ്ടം പോലെ വീഡിയോസ് ഞാൻ കണ്ടിട്ടുണ്ട്. കൊല്ലം സ്തുതിച്ചേട്ടനെ ഇഷ്ടമായിരുന്നു? എനിക്ക് ഇഷ്ടമാണ്, ഭയങ്കര ഇഷ്ടമാണ്. ഭയങ്കര ഇഷ്ടം എന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു പുള്ളീനെ. പുള്ളിയും ഒത്തിരി കഷ്ടപ്പാടിലൂടെ ഇപ്പം എൻ്റെ അമ്മ ഞങ്ങളെ വളർത്തിയ പോലെ ആ കുഞ്ഞിനെ കിച്ചുവിനെ വളർത്താനൊക്കെ ഒത്തിരി ഞാൻ കേട്ടിട്ടുണ്ട് കഥകളൊക്കെ. അങ്ങനെ സുചേട്ടനെ ഭയങ്കര ഇഷ്ടമായിരുന്നു. രേണു സുധി എന്ന് പറയുന്ന വ്യക്തിയെ അയ്യോ ഇഷ്ടമാണ്, ഇഷ്ടമാണ് എനിക്ക്. പക്ഷെ ആ ഇഷ്ടമാണെന്ന് പറയുമ്പോൾ ഉള്ള പ്രശ്നം എന്നാന്നറിയാവോ? മറ്റുള്ളവർ എന്ത് പറയുന്നുള്ള പേടിയല്ലേ? മറ്റുള്ളവരല്ല, അതിന് പല ഇതിൽ വരും എനിക്ക് നെഗറ്റീവ് വരുമോ എന്നുള്ള പേടി. നെഗറ്റീവ് വരും. അങ്ങനെ പേടിച്ച് എങ്ങനെ ഈ കാലത്ത് ജീവിക്കാൻ പറ്റും? എനിക്ക് ആ പുള്ളിക്കാരോട് യാതൊരു കോണ്ടാക്റ്റും ഇല്ല കേട്ടോ. ഇല്ല യാതൊരു. ജാസിയായിട്ടോ? കോണ്ടാക്ട് ഉണ്ട്, അതുകൊണ്ട് ജാസിന് ഇഷ്ടമാ. അങ്ങനെയല്ല, എന്നെ കൊല്ലുവോ കുറച്ച് പയ്യ ഇഷ്ടമാണ് എനിക്ക്. പക്ഷെ പുള്ളിക്കാരായിട്ട് അടുപ്പില്ലാത്തോണ്ടായിരിക്കാം വീഡിയോസുകൾ മാത്രം കണ്ടുള്ള പരിചയമുള്ളൂ എനിക്ക് രേണു സുധീനെ.
ആ ഒരു ഇഷ്ടമാണ്. കാരണം 2 മക്കളെ വളർത്താൻ വേണ്ടി ഒത്തിരി കഷ്ടപ്പെടുന്ന യാചനയിൽ കൂടെ കയറി വരുന്ന ഒരാളാണ്. എന്നാൽ രക്ഷപ്പെടുന്നതിൽ എനിക്ക് ഇഷ്ടവും സന്തോഷം മാത്രമേ ഉള്ളൂ. പിന്നെ ഞാൻ ഒത്തിരി സപ്പോർട്ട് ചെയ്യുന്നില്ല, കാരണം നാട്ടുകാരൊക്കെ തെറി പറയുന്നൊരു പേടി. അങ്ങനെയല്ല, ഞാൻ സത്യം പറഞ്ഞതിന് എനിക്കിപ്പോൾ എന്താ, അന്ന് ആ സൂചിച്ചേട്ടൻ ട്രോഫിയൊക്കെ ഇങ്ങനെ എടുത്ത് അവാർഡൊക്കെ കൊണ്ട് കട്ടിൻ്റെ അടിയിലൊക്കെ ഇട്ടപ്പോൾ എനിക്ക് നുണ പറയാല്ല, എനിക്ക് മനസ്സിൽ വെച്ച് അപ്പോൾ എനിക്കൊരു ഇഷ്ടക്കേട് തോന്നി. സത്യം പറയാം, ഇതൊക്കെ എടുത്ത് ഇടണം കേട്ടോ, ഇഷ്ടക്കേട് തോന്നിയിട്ടുണ്ട്. അപ്പം എനിക്ക് തോന്നിയിട്ടുണ്ട് ഇവർ എന്തൊരു ഇതാണ്. ആ പുള്ളിക്കാരുടെ ട്രോഫി മാറ്റിയിട്ടാണ് തള്ളയെന്ന് ഞാൻ ഓർത്തില്ല. ഇവർക്ക് അവരുടെ ട്രോഫി മാറ്റിയിട്ടാണെങ്കിലും കട്ടിൻ്റെ അടി വെച്ച സാധനം ഇവിടെ വെക്കാമായിരുന്നു എന്ന് ചിന്തിച്ചിട്ടുണ്ട്. ആ ഒരു വിഷമം, കാരണം ഞാൻ ആ സുധിച്ചേട്ടനെ അത്ര സ്നേഹിക്കുന്നുണ്ട്. അതുകൊണ്ട് അല്ല, ഈ രേണുസുതിയോടും അല്ലെങ്കിൽ രേണുസുതിയുടെ ഇപ്പൊ കിച്ചു എന്ന് പറയുന്ന മോനോടൊക്കെ എല്ലാവർക്കും സ്നേഹം, കൊല്ലം സുധിയോടുള്ള സ്നേഹമാണ് ഇവർക്കെല്ലാം കിട്ടിക്കൊണ്ടിരുന്നത്. അന്ന് സുധിച്ചേട്ടൻ്റെ ആണ്ടിൻ്റെ അന്ന് അവിടെ ഡാൻസ് കളിച്ചു അലൻ ജോസ് പെരേര. ശരിക്കും പറഞ്ഞാൽ രേണു ചേച്ചിക്ക് പറയാമായിരുന്നു ഇങ്ങനെയുള്ള സിറ്റുവേഷൻ അല്ല, അത് പറയാമായിരുന്നു. ഞാനും വിമർശിച്ചിട്ടുള്ള കാര്യം, ഞാൻ നേരിട്ട് കണ്ടുള്ള കാര്യം. അത് നിങ്ങൾ കാണിച്ച ഭയങ്കര മണ്ടത്തരവും അതിനേക്കാൾ വലിയ ആഭാസമായി. ഇങ്ങനെ കൈ അടിച്ചിട്ടാണ് പുള്ളിക്കാർ പറഞ്ഞത് ഇന്ന് ഇവിടെ കളിച്ച ഒരു കമൻ്റൊക്കെ പുള്ളിക്കാർ പറയണ്ടായിരുന്നു പുള്ളിക്കാരൻ കളിച്ചപ്പോൾ. പക്ഷെ അതങ്ങനെയല്ല. എടാ നമുക്ക് ശരിയാണ്, നീ എൻജോയ് ചെയ്തോ, കുഴപ്പമില്ല. നമ്മൾ പേഴ്സണൽ സമയങ്ങളിൽ നമ്മൾ ഷൂട്ടിൻ്റെ സമയത്തൊക്കെ ചെയ്യുന്ന എനിക്ക് കുഴപ്പമില്ല. ഇന്ന് എൻ്റെ ഭർത്താവ് മരിച്ച ദിവസമാണ്. ഞാനൊരു ഇപ്പോൾ പറയുമായിരിക്കും, ഞാൻ കുലശ്രീയാന്ന് വല്ലതും അങ്ങനെ വല്ലതും പറയായിരിക്കും. ഞാനൊരു വീട്ടമ്മ ആയതുകൊണ്ട് ഞാൻ സാധാരണ ജനലിൽ നിന്നും ചിന്തിക്കുന്നതുകൊണ്ടായിരിക്കാം ഞാൻ വലിയ ഇങ്ങോട്ടൊന്നും സൊസൈറ്റി വന്ന് ഫാഷനായിട്ട് ജീവിക്കുന്ന ഒരാളാകാത്തതുകൊണ്ടും ആയിരിക്കാം എനിക്ക് അങ്ങനെ തോന്നിയത്. പറയാമായിരുന്നു, നീ ചെയ്ത് ശരി. അത് എല്ലാവർക്കും ഒരു കോമൺ ആയിട്ട് എല്ലാവർക്കും തോന്നിയ ഒരു കാര്യമാണ്. അത്രേ ഉള്ളൂ. ആ ഒരു ഇഷ്ടക്കേട് എനിക്കുണ്ടായിരുന്നു. പക്ഷേ അവരെ എനിക്കിഷ്ടമാണ് പേഴ്സണലി. അവരത്ര നെഗറ്റീവ് കമൻസ് വന്നിട്ട് ഇത്ര ജനങ്ങൾ അവരെ ഒറ്റയ്ക്ക് ഒരു കുത്തി വലിച്ചു കോർണർ ചെയ്തിട്ടും അവര് തോറ്റു കൊടുത്തില്ലല്ലോ ലൈഫിൽ. അത് നമ്മൾ അംഗീകരിക്കണ്ടേ, അത് ആ വിൽ പവറും ആ ഒരു പവറും അതൊക്കെ ഇഷ്ടമാണ്. പക്ഷെ ഇങ്ങനെയുള്ള ചെറിയ പോയിന്റുകൾ ഉപയോഗിച്ചാൽ ഭയങ്കര ഇഷ്ടമാണ്. അതെ ഞാൻ പറഞ്ഞോളൂ, വേറെ ഒന്നുമില്ല. പിന്നെ അതിനുശേഷം അപ്പോൾ രതീഷേട്ടൻ വന്നത് വരെയാണ് നമ്മൾ പറഞ്ഞു വെച്ചിരിക്കുന്നത്. അതിനുശേഷം പിന്നെ എങ്ങനെയാണ് ഈ മഴവിൽ മനോരമ, ഈ മനോരമയുടെ ആ ഫ്ലോറിലേക്ക് എങ്ങനെ എത്തപ്പെട്ടു? അതാണ് ജീവിതത്തിന്റെ ടേണിംഗ് പോയിന്റ്. ജീവിതം മാറ്റിവിട്ടു അല്ലേ? എന്റെ സുണ്ടപ്പൻ ഉണ്ടായി കഴിഞ്ഞപ്പോൾ ഏറ്റവും ഇളയ ആളുടെ പേര് അലീഷ എന്ന സുണ്ടപ്പൻ വിളിക്കും. സുണ്ടപ്പൻ. എന്റെ സുണ്ടപ്പൻ ഉണ്ടായി കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ അപ്പോഴും പണിക്കും, എൻ്റെ കുഞ്ഞിനെ കൈക്കുഞ്ഞുമായിട്ട് ഞാൻ പണിക്ക് പോകുന്നുണ്ട്. തൊഴിലുറപ്പിന് പോകും അല്ലേ? അപ്പോൾ അതിന് പോകുമ്പോഴത്തേക്കും സ്പോട്ട് ഓഡിഷൻ പറഞ്ഞൊരു പരിപാടിയുണ്ട്. ഇങ്ങനെ ഒരു ചിരിയുടെ റിവ്യൂ പോലെ ജനങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് അറിയാൻ വേണ്ടി. അപ്പം നമ്മുടെ അയൽക്കൂട്ട ഗ്രൂപ്പിലൊക്കെ വരും, ഇന്ന പോലെ ഇന്ന് വന്നിട്ടുണ്ട്, കാർത്തിസൂര്യനെ കാണാൻ താല്പര്യമുള്ളതൊക്കെ കാണാൻ പോകാം എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ ഓട്ടോമാറ്റിക്കലി ഭയങ്കര സന്തോഷം. എത്ര കഷ്ടപ്പാടും ചിരിച്ചുകൊണ്ട് കളിച്ച് നടക്കുന്ന ഒരാളാണ് ഞാൻ. എനിക്ക് സങ്കടപ്പെട്ടിരിക്കാന്ന് അറിയത്തില്ല. അപ്പം ഞാൻ അങ്ങനെ അവിടെ പോയി ചിരിച്ച് കളിച്ചൊക്കെ നടന്ന് ഇങ്ങനെ വർത്താനൊക്കെ പറയുന്ന കൂട്ടത്തിൽ അവിടെ നിന്ന് അവൻ്റെ പേര് വിജിൻ എന്നാണ്, വിജിൻ, അവർ രണ്ടുപേരും വന്നിട്ട് എൻ്റെ അടുത്ത് ചോദിച്ച് തനിക്ക് സ്റ്റാൻഡപ്പ് പറയാൻ താല്പര്യമുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ സ്റ്റാൻഡപ്പ് എന്താന്ന് പോലും എനിക്കറിയാൻ പറ്റില്ല. അപ്പോൾ ഞാൻ ഇല്ല അതെന്തോന്നാന്ന് ചോദിച്ചാൽ പറഞ്ഞു, ഇപ്പോൾ ഈ പറയുന്ന പോലെ പറഞ്ഞ് ചിരിപ്പിക്കാനുള്ള കഴിവുണ്ട് തനിക്ക്, ചെയ്തുകൂടെ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, അയ്യോ എനിക്ക് അറിയത്തില്ല എന്ന് പറഞ്ഞിട്ട് ഞാൻ പോയി, വീട്ടിലോട്ട് പോയി. പക്ഷേ എനിക്ക് ഫോൺ ഉണ്ടായിരുന്നില്ല. അപ്പോൾ അവിടുത്തെ ADC മെമ്പറിൻ്റെ നമ്പറൊക്കെ മേടിച്ചിട്ടാണ് ഇവർ പോകുന്നത്. അവർക്ക് അപ്പോൾ ഇവിടെ വന്നിട്ട് എൻ്റെ കണ്ടിന്യൂസ് മഴവില്ലിൽ നിന്ന്, സാധാരണ മഴവില്ലിൽ ഒരു പ്രോഗ്രാം ചെയ്യണമെങ്കിൽ വർഷങ്ങൾ നമ്മൾ അങ്ങോട്ട് വീഡിയോ അയച്ചുകൊണ്ടിരിക്കണം. അതിൻ്റെ തലവരെ മാറാനുള്ള വകുപ്പാണത്. അങ്ങനെ കിട്ടാത്തവരുണ്ട്. പക്ഷേ എന്നെ അവർ ഇങ്ങോട്ട് കണ്ടിന്യൂസ് വിളിച്ചുകൊണ്ട് സൂചിച്ചേച്ചിക്ക് നല്ല കഴിവുണ്ട്, ഒരു 4 മിനിറ്റ് ദൈർഘ്യമുള്ളൊരു വീഡിയോ ഇട്ട് നോക്ക്, സെറ്റാകും എന്ന് പറഞ്ഞ് വിളിച്ച്. അപ്പോൾ ഞാൻ ഇസാബ് മുത്തൂറ്റ് എന്നൊക്കെ പറഞ്ഞ് ലോൺ എടുക്കുന്ന പരിപാടിയൊക്കെ ഉള്ളു, അതൊക്കെ ഉണ്ട് എനിക്ക്. അപ്പോൾ ചേട്ടായി പറഞ്ഞു ഉണ്ട്, അതൊക്കെ ഉണ്ട്. പക്ഷെ നമ്മൾ അടയ്ക്കും, അത് ചുമ്മാ തിന്നും കുടിച്ച് ഇതങ്ങോട്ട് പോകണം. വളരെ താഴെയല്ലേ സിവിൽ സ്കോർ? കറക്റ്റ് അടയ്ക്കാറുണ്ടോ? സത്യസന്ധമായിട്ട് പറ. കറക്റ്റായിട്ട് അടയ്ക്കും, ഇല്ലായ്മ ഞാൻ അടച്ചിട്ടുണ്ട്. കോൺഫിഡൻസ് പറഞ്ഞു. അതെല്ലാം ഞാൻ പറഞ്ഞ, ഞാൻ തെങ്ങക്കറിയാണേലും എന്റെ വീട്ടിലേക്കാരെ നമ്മൾ നോക്കും. തെങ്ങക്കെട്ട് പറഞ്ഞിട്ടില്ല, സെറ്റാക്കും ഞാൻ. കാരണം ഒരു തെങ്ങിന് 100 രൂപ വെച്ചുണ്ട്. 5 തെങ്ങക്കറി എനിക്ക് വീട്ടിൽ 2 മണിക്കൂർ ഭയങ്കര വരുമാനമല്ലേ ഈ തെങ്ങിക്കേറ്റ? അതല്ലേ പറഞ്ഞത്. പുതിയ സമൂഹം, പുതിയ നമ്മുടെ യുവതലമുറ ജെൻസി കിഡ്സ് ഒക്കെ തെങ്ങേറ്റത്തിലേക്ക് വരണമെന്നാണ് ചേച്ചി അവകാശപ്പെടുന്നത്. അയ്യോ അതൊക്കെ ആരാ? ജെൻസി കിഡ്സോ? അയ്യോ എന്നെ പൊന്ന ദൈവമേ, ഈ ജെൻസി കിഡ്സ് എന്ന് പറഞ്ഞാൽ എന്താന്ന് മനസ്സിലായോ? ഇല്ല മനസ്സിലായിട്ടില്ല. സാരമില്ല, ഇത് ഇച്ച് കഴിയുമ്പോൾ ഞാൻ ഇത് കഴിയുമ്പോൾ അറിയത്തില്ല. എൻ്റെ അഹങ്കാരം ഒന്നും കേട്ടോ. നീ തെറിയ ഇംഗ്ലീഷ് പറഞ്ഞാൽ ഞാൻ ചിരിച്ചോണ്ടിരിക്കും. അങ്ങനത്തെ ഒരു വ്യക്തിയാണ് ഞാൻ. അപ്പോൾ ആ സമയത്ത് അപ്പോൾ ചേട്ടാൻ്റെ അടുത്ത് പറഞ്ഞ് നമുക്ക് പോയി നോക്കാടി, ഒരു 5000 രൂപ നമുക്ക് ഈ മാസം ലോൺ അടഞ്ഞു പോകുമല്ലോ.
അപ്പോൾ നമുക്ക് അങ്ങനെ പോകാമെന്ന് പറഞ്ഞിട്ട് ചേട്ടായി അംഗനവാടിയിലൊക്കെ കൊണ്ടുപോകുന്ന പോലെ നിർബന്ധിച്ച് കൊണ്ടുപോയതാണ്. അവിടെ ചെന്ന് രഞ്ജിത്ത് കീഴൂർ. അപ്പോൾ സാറിൻ്റെ മുന്നിൽ വെച്ച് സ്റ്റാൻഡപ്പ് സ്റ്റാർട്ടെന്ന് പറഞ്ഞ്. അപ്പോൾ സ്റ്റാൻഡപ്പ് എന്നാന്ന് പറയാൻ മേലാത്തോണ്ട് ഞാൻ മിണ്ടാതെ അവിടെ നിന്നു. പറഞ്ഞു സ്റ്റാർട്ട്. ഞാൻ എനിക്ക് അറിയത്തില്ല സാർ. പിന്നെ എന്നാ പറയാനാണ് ഇങ്ങോട്ട് വന്നേ? ഞാൻ എനിക്ക് അറിയില്ല, ഇവിടുന്ന് വരാൻ പറഞ്ഞിട്ട് വന്നാന്ന് പറഞ്ഞു. അപ്പോൾ എന്തെങ്കിലും രസകരമായ കോമഡി ഉണ്ടോ പറയുമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ അച്ഛൻ്റെ വണ്ടി വിളിക്കാൻ പോയ കഥ പറഞ്ഞതും പിന്നെ വേസ്റ്റ് കഴിച്ച കാര്യം പറഞ്ഞ് പിന്നെ ചേട്ടയുടെ കൂടെ വന്ന് ഒത്തിരി കോമഡികളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അതൊക്കെ പറഞ്ഞപ്പോൾ പുള്ളി എഴുന്നേറ്റ് പറഞ്ഞു യു ആർ സെലക്ട് എന്ന് പറഞ്ഞു. അങ്ങനെ മനസ്സിലൊരു ലഡ്ഡു പൊട്ടിയില്ല. എനിക്ക് വേണ്ട സെലക്ഷൻ എന്ന് പറഞ്ഞു. വേണ്ട സെലക്ഷൻ എന്ന് പറഞ്ഞു രഞ്ജി സാറിൻ്റെ അടുത്ത്. എനിക്ക് പേടിയാന്ന് പറഞ്ഞു. ഞാൻ ഈ ഫ്ലോറും ഇതിങ്ങനെയുള്ള സ്ഥലമൊന്നും കണ്ടിട്ടില്ല, പേടിയാണ്, എനിക്ക് വേണ്ട സാറെന്ന് പറഞ്ഞിട്ട് ഞാൻ ഇറങ്ങിപ്പോന്നു. അപ്പോൾ സാറ് അസിസ്റ്റന്റ് വിട്ടിട്ട് പറഞ്ഞ് കയറി ഹസ്ബൻഡുമായിട്ട് കയറി വരാൻ പറഞ്ഞു. സുതിമോൾ ചെയ്യും, നന്നായിട്ട് നിനക്ക് കഴിവുണ്ട്, ഒരു പ്രാവശ്യം ചെയ്ത് നോക്കാൻ പറഞ്ഞു. അപ്പോൾ ചേട്ടൻ പറഞ്ഞു ചെയ്ത് നോക്കണം, ഒരു പ്രാവശ്യം ചെയ്താൽ മതിയെന്ന്. അങ്ങനെ ഞാൻ ഫ്ലോറിൽ കയറി ഇന്ന് എൻ്റെ ധാരണ പോയിരുന്നെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്ക്. ഇന്നിപ്പോൾ ഇങ്ങനെ ഇരിക്കാനും ഒരു വീട് പണിയാനും സാമ്പത്തികമായിട്ട് വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ മുന്നോട്ട് പോകാനൊക്കെ പറ്റുമായിരുന്നു. അപ്പോൾ ആരോട് നന്ദി പറയണം? രഞ്ജിത്ത് സാറിനോട്. അല്ല, ദൈവത്തോട് നന്ദി പറയണം. ഒന്നിനും കൊള്ളത്തില്ല. കാരണം പുള്ളി സെലക്ട് ചെയ്തില്ലെങ്കിൽ ഞാൻ അവിടെ നിൽക്കുവോ? അതെ, എല്ലാത്തിനും ആത്യന്തികമായിട്ട് നീ പറഞ്ഞില്ലായിരുന്നോ? പറഞ്ഞായിരുന്നു ഒന്നില്ലെങ്കിൽ രണ്ടില്ലെങ്കിൽ ഒന്നില്ലെന്ന് ആ സാധനത്തിന്റെ. തീർച്ചയായിട്ടും അന്ന് പുള്ളി അന്ന് സെലക്ട് ചെയ്തില്ലെങ്കിൽ ഞാൻ അവിടെ നിൽക്കുമായിരുന്നു. അത് ശരിയാ. ഇല്ല, പക്ഷേ ദൈവത്തെ മറന്നുകൊണ്ടുള്ള രഞ്ജി സാർ ഒന്ന് മനസ്സിലായി ആ സമയത്ത്. ഇപ്പോഴും എനിക്ക് രഞ്ജി സാർ അതായത് ദൈവത്തെ പോലെ അവതരിച്ചു അല്ലേ? തീർച്ചയായിട്ടും. പുള്ളി അന്ന് സെലക്ട് ചെയ്തില്ലെങ്കിൽ ഞാൻ നിൽക്കൂലല്ലോ. എന്നാൽ നിനക്ക് പേടിയാണ് വീട്ടിൽ പൊക്കെന്ന് പറഞ്ഞാൽ നമുക്ക് പോരാനുള്ള കാര്യമുള്ളൂ. പക്ഷെ സാർ പറഞ്ഞു നിനക്ക് കഴിവുണ്ടെന്ന് തന്നെ ഇങ്ങോട്ട് പറഞ്ഞ് നിർത്തിച്ച്. അങ്ങനെ ഞാൻ ഫ്ലോറിൽ കയറി. അപ്പൊ എനിക്കറിയില്ല ഇനി ഒരു പ്രാവശ്യം അവിടെ നിന്ന് തുടങ്ങി മനുഷ്യരുടെ ഉപദ്രവം തുടങ്ങി. പിന്നെ അങ്ങോട്ടല്ല ഇനി ഒരു പ്രാവശ്യം വരേണ്ട വരുമെന്നു. എൻ്റെ ഒരു വയസ്സ് മുതലുള്ള ഇത് മുതൽ പ്രായം ഞാൻ പറയത്തില്ല, ഇന്ന് വരെയുള്ള ഞാൻ പറയട്ടെ പ്രായത്തിൽ 2008 16 വയസ്സിൽ വിവാഹം, 16 × 18 35 വയസ്സുണ്ട് ഇപ്പം അല്ലേ? കറക്റ്റല്ലേ? ഇതൊക്കെ നമ്മളെ എത്ര കണ്ടതാ. അങ്ങനെ അപ്പൊ അവിടെ വന്ന് എല്ലാ കഥകളും പറഞ്ഞ് ബമ്പർ അടിച്ച് എനിക്ക് തന്നു. എനിക്ക് ആ ബമ്പർ അടിച്ച് ഒരാഴ്ച കിടപ്പായിരുന്നു. കണ്ണ് തുറക്കുമ്പോൾ ആ സാധനം പൊട്ടിച്ച അപ്പം തന്നെ തീർക്കണം തുറക്കും. എനിക്ക് ടെൻഷൻ വന്ന എല്ലാവരെ പോലെ അല്ല, എല്ലാവർക്കും ടെൻഷൻ വന്നാൽ വെയിപ്പ് കയറുക അങ്ങനെയൊക്കെ അല്ലേ. എനിക്ക് ടെൻഷൻ വന്നാൽ ഭയങ്കര ഫുഡ് കഴിപ്പ് ഉറക്കുമായിരിക്കും. എനിക്ക് അങ്ങനെ വൃത്തികെട്ട സ്വഭാവം. അതാ ഞാൻ പറഞ്ഞത്, ബുദ്ധി കൂടി ഭ്രാന്തായി പോയി. ഇത് ചെയ്യാൻ പറ്റും, മനുഷ്യ സഹജം. പക്ഷെ അത് വൈറലാകുന്നതോ ഞാൻ ഫേമസ് ആകുന്നതൊന്നും ഞാൻ അറിഞ്ഞിട്ടില്ല. കാരണം 2 പേർക്ക് അത് വലിയ രീതി വൈറലായല്ലോ. 38 മില്യനൊക്കെ വീഡിയോ, അതിന്റെ ഷോർട്ട് വീഡിയോ ഒക്കെ 78 മില്യനൊക്കെ പോയി. അങ്ങനെ ബമ്പർ അടിച്ച് 2ാമത്തെ ഷെഡ്യൂൾ എന്നെ വിളിച്ച്. അങ്ങനെ ഞാൻ വന്ന് ചെന്നപ്പോഴത്തേക്കും ആണ് സാർ എന്നെ ഫോണിൽ കാണിക്കുന്നത്. ഇങ്ങനെ ഭയങ്കര ഫേമസ് ആയി, വൈറലായി. പിന്നെ നമുക്ക് ഇങ്ങനെ ഓരോ ഷെഡിൽ പോയി ഓരോ 50 ഒക്കെ അടിച്ചടിച്ച് ഓരോ 50 അടിക്കുമ്പോൾ ഇനി അടുത്തത്. അല്ല, ഞാൻ ഈ ഡൗട്ടാ, ഈ 50,000 രൂപ ആണല്ലോ ബമ്പർ അടിക്കുന്നത്, ആ പൈസ അപ്പം തന്നെ 50,000 രൂപ തരുമോ? അയ്യോ, ഞാൻ അങ്ങനെയൊക്കെ വിചാരിച്ചാ പോയത്. ആ പൈസ മേടിക്കുക, പുറത്തിറക്കുക, കൊച്ചുകൾക്ക് 2 ഉടുപ്പ് മേടിക്കുക, ഓളം വെക്കുക, എന്നിട്ട് ഈ പൈസ നമ്മളായിട്ട് തരുമല്ലോ 50,000. ഞാൻ നേരെ ചേട്ടാ ഈ നമുക്ക് പൊളിക്കാം, ഫ്രണ്ടിൽ അപ്പുറത്ത് ഇപ്പുറത്തേക്ക് കൊടുത്തിരുന്ന അവസാനമാണ്, ബാക്കി മൊത്തം പേപ്പർ എനിക്കറിയത്തില്ല. ഞാനിത് കൊണ്ട് ഇറങ്ങി പോവാ. അങ്ങോട്ട് സ്റ്റെപ്പ് ഇറങ്ങിയപ്പോഴത്തേക്കും ചേച്ചി ആ പൈസക്ക് തന്നിട്ട് പോണേ. അയ്യോ, ഞാൻ 50,000 രൂപ അടിച്ചായിരുന്നു, എനിക്ക് തന്നതല്ലെന്ന് ചോദിച്ചപ്പോൾ ചേച്ചി അപ്പുറത്തെ ഇപ്പുറത്തെ മാത്രം ഒറിജിനൽ, ബാക്കി മൊത്തം പേപ്പറാണ്. അയ്യോ, അപ്പോൾ എനിക്ക് സങ്കടമായി. അപ്പോൾ ഞാൻ ചുമ്മാ പൈസ തരുമെന്ന് പറഞ്ഞാൽ പറ്റിക്കണതാണോ അപ്പം എന്ന് ചോദിച്ചു. ഇല്ല ചേച്ചി, 90 ദിവസം കഴിയുമ്പോൾ നിങ്ങളുടെ അക്കൗണ്ടിൽ പൈസ കയറുന്നു. കയറി. പിന്നെ ഒരു ഇഷ്യൂ ഉണ്ടായില്ലേ, ബമ്പർച്ചിരിയിൽ പൈസ കിട്ടുന്നില്ല, ചുമ്മാതെയാ. അവിടെ ഓരോ ആർട്ടിസ്റ്റുകളെ നിങ്ങൾക്ക് കണ്ടാ അറിയാം. ആണുങ്ങൾ, കുടുംബമുള്ള ആണുങ്ങളാണ് പൈസ കിട്ടത്തില്ല, അവരൊക്കെ അവിടെ നിന്ന് ചെയ്യുമോ? ചെയ്യത്തില്ല. അവിടുന്ന് പൈസ കിട്ടാൻ ഞാൻ ഇതെന്തെങ്കിലും ചെയ്യുമോ? അപ്പം എന്താ, എനിക്ക് തോന്നുന്നത് ഒരു 5-6 ബമ്പർ അടിച്ചിട്ടില്ല. അത് ആ പ്രശ്നം ഉണ്ടാക്കിയ അവരില്ലേ, അവർ കൊടുത്ത അക്കൗണ്ട് തെറ്റായിരുന്നു. അപ്പൊ വേറെ അക്കൗണ്ടിലോട്ടായിരിക്കും പോയില്ല. തെറ്റായിരുന്നു കാണിക്കുന്നത് കൊണ്ട് അവർ പൈസ കിട്ടില്ല. ഇവരോട് അക്കൗണ്ട് ഇട് അവിടുന്ന് പറഞ്ഞിട്ട് ഇവർ കൊടുത്തില്ല. അവര് കൊടുക്കാൻ താമസിച്ചിട്ട് ഇവിടെ ഇടാനും താമസിക്കും. അല്ല, ചേച്ചിക്ക് എനിക്ക് തോന്നുന്നു 5-6 ബമ്പർ അടിച്ചിട്ടുണ്ട് അല്ലേ? 8 ബമ്പർ അടിച്ചിട്ടുണ്ട്. കുറെ കാശ് ഉണ്ടാക്കിയല്ലേ എന്നെ തിന്നത്. അപ്പം ഞാൻ വേറൊരു ഡൗട്ടും കൂടി ചോദിക്കട്ടെ, നിങ്ങൾക്ക് ഈ ബമ്പർ അടിക്കുന്നത് കൂടാതെ വേജസ് ആയിട്ട് എന്തെങ്കിലും ഉണ്ടോ? ഇല്ല.
ഇല്ല, അങ്ങനെയൊന്നുമില്ല. ബമ്പർ അടിച്ചാൽ ഇത്ര രൂപ അതേ ഉള്ളൂ. അല്ലാതെ അപ്പം ആഴ്ചയിൽ എങ്ങനെ ഷൂട്ടൊക്കെ എങ്ങനെയായിരുന്നു? ആഴ്ച മാസത്തിൽ 2 ഷെഡ്യൂൾ. 2 ഷെഡ്യൂളിൽ അപ്പോൾ 2 ഷൂട്ട്. 2 ഷൂട്ട്. ആ 2 ബമ്പർ അടിച്ചു കഴിഞ്ഞാൽ രക്ഷപ്പെട്ട് 1,00,000 രൂപയായിട്ട് വീട്ടിലിരിക്കാം. സുഖകരമായിരുന്നില്ല ലൈഫ്. ഇപ്പോഴും സുഖകരമാ, ഇപ്പോഴും പോകണ്ടല്ലോ. ഇപ്പൊ ഞാൻ സ്റ്റാൻഡപ്പിൽ മാറി സ്കിറ്റിലോട്ടായി. ഇപ്പൊ സ്കിറ്റാണല്ലോ അല്ലേ ചെയ്യുന്നത്. കാർത്തിക് സൂര്യ ആയിക്കോട്ടെ എങ്ങനെയാണ്? ഭയങ്കര കമ്പനി, ഒരു കൂടപ്പുറപ്പ് പോലെയാ. ഞങ്ങളെ വീട്ടിൽ വരും, ഞാൻ അവരുടെ വീട്ടിൽ പോയിട്ടുണ്ട്. ഭയങ്കര കമ്പനിയാ, പാവം ഒരു കൊച്ചനെ. ഇപ്പൊ വിളിച്ചാൽ ഫോൺ എടുക്കുവോ? തീർച്ചയായിട്ടും. ഒന്ന് കാർത്തിക് ചുമ്മാ വിളിച്ചു നോക്കാം. ലൗഡ് സ്പീക്കർ ഇട്. ഹലോ എടാ കുഞ്ഞെ, എന്നാ ഉണ്ടാ വിശേഷം? വിശേഷം? നീ ഹണിമൂണൊക്കെ കഴിഞ്ഞ് വീട്ടിൽ വന്നോ? വന്നു. ഭയങ്കര പരാതിയാണല്ലോ നീ ഹണിമൂൺ നടക്കുമെന്നും പറഞ്ഞോണ്ട്. എനിക്ക് പരാതിയൊന്നുമില്ല, എനിക്ക് ഭയങ്കര സന്തോഷം. ഞങ്ങൾക്ക് നാട്ടുകാർക്ക് മൊത്തം പരാതിയാ. എടാ ഞാനൊരു കാര്യം പറയാൻ വിളിച്ചായിരുന്നു. എന്താ? എടാ ഞാന് എറണാകുളത്തുണ്ടേ. ഞങ്ങള് ഫുഡ് കഴിക്കാൻ കേറി. കുറച്ച് ഫുഡ് മേടിച്ച് കഴിച്ച്. മന്തിയായിരുന്നു, അൽഫാം മന്തി. പൈസ ഇല്ല അക്കൗണ്ടിൽ. എത്ര വേണം ചേച്ചിക്ക്? ഒരു ഫുള്ള് അൽഫാം മന്തിയാണ് മേടിച്ചേക്കുന്നത്. കഴിച്ചു കഴിഞ്ഞ് ബില്ലടയ്ക്കാനായിട്ട് നോക്കിയപ്പോൾ ഗൂഗിൾ പേയിൽ ഒന്നുമില്ല. പക്ഷെ പൈസ രാവിലെ ഉണ്ടായിരുന്നു, ഇപ്പൊ പൈസ ഇല്ല. ചേച്ചി ഒരു കാര്യം ചെയ്യാം, ഗൂഗിൾ പേ നമ്പറോ അല്ലെങ്കിൽ അതിന്റെ QR കോഡോ എന്തെങ്കിലും അയക്കി എമൗണ്ട് എങ്ങനെയും അയച്ചു കൊടുക്കാം. ആണോ? കൊച്ചു നല്ല കൊച്ചാന്ന് പറഞ്ഞിട്ട് ഇവര് വിശ്വസിക്കുന്നില്ലടാ. ഞാനൊരു ഇന്റർവ്യൂവിൽ ഇരിക്കുവായിരുന്നു. കാർത്തികേട്ടാ നമസ്കാരം. ഞാൻ ഷെബിൻ എന്നാണ് എൻ്റെ പേര്. എൻ്റെ വീഡിയോസ് വല്ലതും കണ്ടിട്ടുണ്ടോ? ഇന്റർവ്യൂവർ ആണ്. അപ്പൊ ചുമ്മാ ഇന്ന പോലെ കാർത്തികേട്ടനെ വിളിച്ച് ഒരു പ്രാങ്ക് എന്നുള്ള രീതി ചെയ്തതാണ്. ഇത് വൻ പോസിറ്റീവ്, പിന്നെയും പോസിറ്റീവ്. എത്ര അല്ല, എനിക്കൊരു 1,00,000 രൂപയുടെ ആവശ്യമുണ്ട്. ഇച്ചിരി പൈസ ഉണ്ടെങ്കിൽ ഒന്ന് എന്റെ ഗൂഗിൾ പേ ഇട്ട് തരുമോ? എങ്ങനെയാ അതിന്റെ രീതി? ഓക്കെ അടിപൊളിയായിട്ട് നടക്കട്ടെ. എന്താ ഇപ്പൊ പുതിയ പ്രൊജക്ടുകൾ ഇനി ഓപ്പൺ ആവോ ഉടനെ? എന്തെങ്കിലുമൊക്കെ കാണും, വരട്ടെ. വെയിറ്റിംഗ്. ഓക്കെ താങ്ക് യു. ഞാൻ അതുപോലെ തന്നെ ഈ അടുത്താണ് ജസ്ന സലീം എന്ന് പറയുന്ന വ്യക്തിയുമായിട്ട് ഇൻ്റർവ്യൂ ചെയ്തത്. അപ്പം ചേച്ചി, ഞാൻ ഈ ജസ്ന സലീമിനെ മനസ്സിലായോ? നമ്മുടെ കണ്ണൻ്റെ ചിത്രം വരച്ചിട്ട് നരേന്ദ്രമോദിക്ക് കൊടുത്ത് വൈറലായില്ലേ? അപ്പോൾ ജസ്ന സലീമിന് ഇൻ്റർവ്യൂ ചെയ്തപ്പോൾ ജസ്ന സലീം പറയുന്നു, ഞാൻ ആത്മഹത്യക്ക് ശ്രമിച്ചിട്ടുണ്ട്, എൻ്റെ കൈ ഞാൻ 1, 2, 3 തവണ മുറിച്ചിട്ടുണ്ട്, ഒരുപാട് തവണ ആശുപത്രിയിൽ പോകേണ്ടി വന്നിട്ടുണ്ട്. ചേച്ചി എന്നെ നേരത്തെ പറഞ്ഞു, നമ്മൾ പുരുഷന്മാരെ പോലെ തന്നെ ആത്മബലവും ശാരീരിക ബലവും മാനസിക ബലവും എല്ലാവരും ഉള്ളവരായി സ്ത്രീകൾ മുന്നോട്ട് വരണം എന്ന രീതിയിൽ ഒരു പരാമർശം നടത്തിയ വ്യക്തിയാണ്. പിന്നെ എന്തിന് ചേച്ചി ആത്മഹത്യക്ക് ശ്രമിച്ചു? അയ്യോ, ഇപ്പോഴാണ് ആ ബുദ്ധിയും ബോധമൊക്കെ തന്നെ ഉണ്ടായത്. അന്ന് ഇത്ര ഇല്ലായിരുന്നു. ജാട മാത്രം ഉണ്ടായിരുന്നു, ഓളം മാത്രം ഉണ്ടായിരുന്നു. അന്ന് പറഞ്ഞു വന്നറിയോ, ഈ ചേട്ടാക്ക് ഒത്തിരി ആൾക്കാരൊക്കെ ഉള്ള വീടാണ് ചേട്ടാടെ. എനിക്കൊരു ആപത്ത് വന്നാലോ, ഒരു കഷ്ടപ്പാട് വന്നാലോ, ഒരു വിഷമം വന്നാലോ എന്നെ ഒന്ന് വിളിച്ച് ചോദിക്കാൻ അങ്ങനെ ഒത്തിരി ആൾക്കാരൊന്നും ഇല്ലാത്ത ഫാമിലിയിലായതുകൊണ്ട്, വരുന്നതൊന്നും ആരും ചോദിക്കാനില്ലാത്തത് കൊണ്ടും അത് അപ്പത്തെ സിറ്റുവേഷനാണ്. ചിലപ്പോൾ നമ്മൾ ആ മരിക്കാൻ നിൽക്കുന്ന സമയത്ത് ഒരാൾ വിളിച്ചാൽ തീരാനുള്ള പ്രശ്നമുള്ളൂ. ആ നിമിഷം ചിന്തിച്ചു പോകുന്ന കാര്യം നിസ്സാര ടൈമിൽ നമുക്ക് കയറി വരുന്ന സാധനമാണ്. ചിലപ്പോൾ അന്ന് ഞാൻ മരിക്കാതെ ഇന്ന് ഞാൻ ഇവിടെ വന്ന് ഇരിക്കാനുള്ളത് കൊണ്ടായിരിക്കും. ആലോചിച്ച് നോക്ക് അല്ലേ, മരിച്ചു പോയിരുന്നെങ്കിൽ ഇതുപോലത്തെ ഒരു വ്യക്തിത്വത്തിനെ ഞങ്ങൾക്ക് പരിചയപ്പെടാൻ പറ്റുമായിരുന്നു. മരിക്കാന്ന് പറഞ്ഞാൽ പകുതി മരിച്ചതാ. കാരണം തൂങ്ങി കിടന്ന് പെടച്ചോണ്ടിരിക്കുന്ന സമയത്ത് പിള്ളേർ സ്കൂളിൽ വിട്ട് വന്നിട്ട് അവർ പേടിച്ചൊന്നുമില്ല കേട്ടോ. അല്ല, അങ്ങനെ ഒരു തോന്നൽ വരാനുള്ള ചേതോ വികാരം എന്താ, അല്ലെങ്കിൽ എന്താണ് അതിനൊരു റീസൺ? വീട്ടിൽ ഭയങ്കര പ്രശ്നമാണ്. ഇപ്പൊ ഞങ്ങൾ താമസിച്ച ആ ചെളിക്കൊണ്ടില്ലേ, ചെളി ഉള്ള സ്ഥലം, അത് അച്ഛൻ്റെ പേരിലുള്ള സ്ഥലമാണ്, ചേട്ടൻ്റെ അച്ഛൻ്റെ പേരിൽ. അപ്പോൾ എനിക്കായിട്ട് സ്ത്രീധനമോ അല്ലെങ്കിൽ എനിക്കായിട്ട് ഒന്നും തരാനൊന്നും എൻ്റെ അമ്മയ്ക്ക് ഒന്നും ഉണ്ടായിട്ടില്ല. അപ്പോൾ ഞാനിവിടെ നിൽക്കുന്ന സമയത്ത് എന്തെങ്കിലുമൊക്കെ പ്രശ്നം ഉണ്ടാവും, നിൻ്റെ വീട്ടിൽ നിന്ന് ആരും ഉണ്ടടി, നിനക്ക് അച്ഛനുണ്ടോ അമ്മയുണ്ടോ ആരുണ്ടോ ഇവരുണ്ടോ, നിൻ്റെ സ്ത്രീധനം കൊണ്ടാണ് ഞങ്ങളുടെ അല്ലേ ഇത്. പിന്നെ ഇതിലൊന്നും പറയാൻ പാടാത്ത പല പല വൃത്തികെട്ട വാക്കുകൾ അങ്ങനെയൊക്കെ. ഞാൻ സത്യം പറഞ്ഞാൽ എൻ്റെ അമ്മച്ചി ആനെ ഉപേക്ഷിച്ച് അച്ഛൻ പോയത് കൊണ്ട് ഞാൻ വളരെ മാന്യമായിട്ട് തന്നെ എൻ്റെ കുഞ്ഞുങ്ങളെ വളർത്തുന്ന ഒരാളാണ് ഞാൻ. ഇപ്പോഴും ഞാൻ ഷൂട്ടിന് പോകുമ്പോൾ എൻ്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ട ആഹാരവും എൻ്റെ മക്കളുടെ കാര്യം എല്ലാം നോക്കി എല്ലാ കാര്യങ്ങളും ചെയ്തിട്ട് ഞാൻ പോകും. ഡെയിലി ഞാൻ വീട്ടിൽ വന്ന് പോകുന്നു. ആ സ്ഥാനം ഞാൻ പിടിക്കാറുള്ളൂ. ഫാമിലിക്ക് ഒത്തിരി ഇത് കൊടുക്കുന്ന ഒരാളാണ് ഞാൻ. അപ്പോൾ അങ്ങനെയൊക്കെ പറഞ്ഞപ്പോൾ എനിക്ക് എൻ്റെ റിലേ കട്ടായി. അപ്പോൾ ആ ഒരു സാധനം എനിക്ക്
പറ്റാതെ വന്ന് അപ്പോൾ നമ്മൾ ചേർത്ത് പിടിച്ചിട്ട് ആ സമയം നമ്മൾ ആ കഷ്ടപ്പെടുന്ന നെഞ്ചു പൊട്ടി നിൽക്കുന്ന സമയമുണ്ട്, മരണത്തിലോട്ട് ചിന്തിക്കുന്ന ടൈമുണ്ട്. ആ ടൈമിൽ നമ്മൾ തട്ടിയിട്ട് ഞാനില്ല നിൻ്റെ കൂടെ എന്തിനാ ഒരാൾ മതി, പിന്നെ തീർച്ചയായിട്ടും അത് നമ്മുടെ മനസ്സിൽ പോകും. അന്ന് എനിക്ക് പറയാൻ ആരുമില്ലായിരുന്നു. ഇന്ന് എനിക്ക് ഒത്തിരി ആൾക്കാരുണ്ട്. ഇന്ന് ഞാൻ ചെയ്യത്തില്ല, ചെയ്യല്ല. ഇനി പിന്നെ വരാണ്ട് ഒരു പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട്, ഒന്ന് ഇങ്ങനെ ആത്മഹത്യക്ക് ശ്രമിച്ച് ആ മരണവേദന അനുഭവിച്ച് ജീവിതത്തിലേക്ക് കടന്നു വന്നവർ പിന്നെ ഒരു കാരണവശാലും ഒരിക്കലും പിന്നെ ചെയ്യലാന്ന്. ശരിയാണോ? അങ്ങനെയൊന്നും ഇല്ലടാ. ഇല്ല അല്ലേ? ഇനി അങ്ങനെ ചെയ്യുന്നതാണ്. അങ്ങനെ പറ. ഞാൻ അങ്ങനെ ചെയ്യാറിയൊന്നുമില്ല. ഒന്നി പഠിച്ചാൽ മൂന്നല്ലേ പറയുന്നത്. അപ്പൊ ഒന്നുകൂടി ചെയ്യുന്നതാണ് പറയുന്നത്. അല്ല, ഞാൻ പറയാ കല്ലുപോലെ തലക്കെട്ടറിയായിരുന്നു. അങ്ങനല്ലേ പറഞ്ഞേ. ഒന്ന് ചെയ്തൊരു ചെയ്യൂലാഴിയൊന്നുമില്ല. സ്വാഭാവികമായിട്ട് പിടിച്ചിരിക്കാൻ പറ്റാത്ത കാര്യം വന്നാൽ സ്വാഭാവികം ചെയ്യും. ചെയ്തവരും ഉണ്ട്. ആണ് ഞാൻ പറയാ. അങ്ങനെയൊന്നുമില്ല. ഒന്നി മരിച്ച അങ്ങനൊന്നുമില്ല. മരിക്കാൻ പക്ഷെ ആ സമയത്ത് നമ്മളെ ചേർത്ത് പിടിച്ച് നിർത്തിയിട്ട് ഞാനുണ്ട് നിൻ്റെ കൂടെ, അല്ല ഞാനുണ്ട് ചേച്ചി നിൻ്റെ കൂടെ, നീ നിന്നോണ്ട് വിഷമിക്കണമെന്ന് പറയാൻ നമുക്കൊരാളുണ്ടെങ്കിലുണ്ടല്ലോ, അത് മതി ജീവിതകാലം മൊത്തം. ഒത്തിരി ആൾക്കാരൊന്നും ആവശ്യമൊന്നുമില്ല, ഒരാൾ മതി നമ്മുടെ കൂടെ. അങ്ങനെ ചേർത്ത് നിർത്തി പറയുന്ന ഒരാൾ സെറ്റാകും നമ്മുടെ ജീവിതം. മൊത്തത്തിൽ ഒരാൾ ഉണ്ടാവണമല്ലോ, എല്ലാവർക്കും ഉണ്ടാവണം. ഒന്നല്ലേ സുഹൃത്തായിട്ടോ അല്ലെങ്കിൽ പാർട്ണറായിട്ടോ അല്ലെങ്കിൽ അച്ഛൻ അമ്മ അങ്ങനെ ആരെങ്കിലും ഒക്കെ ഉണ്ടായെങ്കിലേ ഉള്ളൂ നമുക്ക് ജീവിതത്തിൽ മുന്നോട്ട് പോകാനുള്ളൊരു തീർച്ചയായിട്ടും ഇതുണ്ടാവുള്ളൂ അല്ലേ. പുറമെ ഇപ്പം ഞാനൊക്കെ കണ്ടില്ലേ ഇങ്ങനെയൊക്കെ ചിരിച്ച് കളിച്ച് ഞാൻ കരയുന്നതൊക്കെ സ്വാഭാവികമായിട്ട് ആരും കണ്ടിട്ടുണ്ടാകത്തില്ല. നിസ്സാര ടൈമുകളിലൊക്കെ ഞാൻ എത്ര സങ്കടം വന്നാലും ചിരിച്ച് കളിച്ച് നടക്കുന്ന ഒരാളാണ്. ഭയങ്കര പ്രസൻസിൽ നടക്കുന്ന ഒരാളാണ്. പക്ഷെ എൻ്റെ ഉള്ളിലേക്ക് ഇഷ്ടംപോലെ വിഷമമുണ്ട്. അപ്പോൾ ചോദിക്കും, സുധിമോക്ക് ഇപ്പോൾ പൈസ ഒക്കെ അത്യാവശ്യം ആയില്ലേ, പട്ടിണി മാറിയില്ലേ, തുണി കൊടുക്കുന്നില്ലേ, നല്ല സ്ഥലങ്ങളിൽ പോകുന്നില്ലേ എന്നൊക്കെ. പക്ഷെ എന്തൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാലും നെഞ്ചിൻ്റെ ആ തലയ്ക്കുന്ന പല വേദനകളും കഷ്ടപ്പാടുകൾ പോകുന്ന സിറ്റുവേഷനുകൾ നമുക്ക് ഉണ്ടാകാറുണ്ട്. അപ്പോൾ നമ്മൾ ആ സമയത്ത് ചേർത്ത് പിടിക്കുന്ന അവരായിരിക്കും നമ്മുടെ ജീവിതകാലം മൊത്തം നമ്മുടെ മനസ്സിൽ. തീർച്ചയായിട്ടും കറക്റ്റ് ഉത്തരവാണ് പറഞ്ഞത്. അതുപോലെ തന്നെ ചേച്ചി യൂട്യൂബ് എന്ന് പറയുന്നത് ഇപ്പം ഞങ്ങളെല്ലാം യൂട്യൂബ് ചാനലുകളാണ്. യൂട്യൂബ് വളരെ വരുമാനം താഴത്തോട്ട് ഇടിഞ്ഞിടിഞ്ഞ് പോകുന്നൊരു പൊതുവെ ഒരു സംസാരമുണ്ട് അല്ലേ? ചേച്ചിക്ക് അതൊന്നുമില്ലേ? ആ ചേച്ചി യൂട്യൂബ് തുടങ്ങുന്നത് എനിക്ക് തോന്നുന്നു ഒരു വർഷം മുമ്പായിരിക്കും അല്ലേ? ഒന്നല്ല, എനിക്ക് യൂട്യൂബ് പേയ്മെന്റ് ഒന്നര വർഷം കൂട്ടിക്കോളൂ. ഇപ്പൊ ഈ അടുത്ത് വരുന്ന വരുമാനവും ആദ്യം വരുന്ന വരുമാനവും ലാഭങ്ങളും വ്യത്യാസമല്ലേ? ഭയങ്കര വ്യത്യാസമല്ലേ? അത് കാര്യമുണ്ട്. ഞാൻ വീഡിയോ ഇടുന്നില്ല, പറയുമ്പോൾ എല്ലാം പറഞ്ഞു എന്നെ കണ്ടിട്ട് അവര് റീച്ച് വരും. അത് ശരിയാ തീർച്ചയായിട്ടും. വേറെ ഒന്നല്ല, എനിക്ക് ബമ്പർച്ചിരിയിൽ സ്കിറ്റ് കളിക്കാൻ പോകുമ്പം നമ്മൾ സ്റ്റാൻഡപ്പ് ആണെങ്കിൽ ആരും നോക്കണ്ട, നമ്മൾ പഠിച്ചങ്ങ് പറഞ്ഞാൽ മതി. ഞാൻ പഠിച്ചു പറയലില്ല, എനിക്ക് സ്പോട്ടിൽ വരുന്ന എൻ്റെ അക്കൗണ്ട്, അല്ലാതെ ഞാൻ നേരത്തെ കാലത്തെ പഠിച്ചു വെച്ചൊന്നും പറയത്തില്ല. സ്കിറ്റ് പഠിക്കുമ്പോൾ അങ്ങനെയല്ല, നമ്മൾ ഓപ്പോസിറ്റ് നിൽക്കുന്നവരെല്ലാം നോക്കണം. അതെ തീർച്ചയായും. അപ്പം എനിക്ക് ഇതിൽ ടൈമിങ് ഭയങ്കര ഇമ്പോർട്ടൻ്റാണ്. അപ്പം ചേച്ചി സ്വാഭാവികമായിട്ടും ചേച്ചി പറഞ്ഞൊരു കാര്യമാണ് വീട് പണി. ഇപ്പം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സന്തോഷ വാർത്ത എന്ന് പറയുന്നതും ജീവിതത്തിലെ എല്ലാവർക്കും സ്വന്തമായിട്ട് കയറി കിടക്കാനൊരു വീടെന്ന് പറയുന്നത് എല്ലാ മനുഷ്യരുടെയും സ്വപ്നമാണ്. അത് സാക്ഷാത്കരിക്കുക എന്ന് പറയുന്നതാണ് ഏറ്റവും വലിയ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നായികക്കല്ല് കീഴടക്കിയതിൻ്റെ ഒരു സന്തോഷവും സുഖവും കിട്ടുന്നൊരു സമയമാണ്. അപ്പോൾ ചേച്ചി എങ്ങനെയാണ് ഇപ്പോൾ പുതിയ വീട് പണിയുടെ കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്, അതൊക്കെ ഒന്ന് അറിയാനൊരാഗ്രഹം. പ്രത്യേകിച്ച് ഇപ്പോൾ പറഞ്ഞ പോലെ ഒന്നുമില്ലാതെ ഞാൻ എന്നെ ആട്ടി തുപ്പി കൊടുത്ത് സ്വന്തമായിട്ടൊരു സ്ഥലം മേടിക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര വലിയ കാര്യമാണ്. അത് മേടിക്കൊരു പ്രചോദനം ഉണ്ടല്ലോ. ജിജി മാരിയോ എന്ന് പറയുന്നവരാണ്, ഫിലോക്കലെ ഫൗണ്ടേഷൻ. ജിജിമേടെ എന്നെ വിളിച്ചിട്ട് ആദ്യം ഞാൻ ചെളിക്കുഴി കിടക്കുന്ന സമയത്ത് തന്നെ അവർ വിളിച്ചിട്ട് സംസാരിക്കണത്. അപ്പോൾ വീട് വെച്ച് തരാമെന്ന് പറഞ്ഞ്. അപ്പോൾ സുധിമോക്ക് പാമ്പാടി സ്ഥലം ഉണ്ടോയെന്ന് വെച്ചാൽ ഇല്ലെന്ന് പറഞ്ഞു. അപ്പോൾ ഇവരെ ഇവിടെയാണല്ലോ കിടക്കുന്നത്, അപ്പോൾ തരൂല്ല. അപ്പോൾ അതുപോലെ പാമ്പാടി സ്ഥലമുണ്ട്, വീട് വെച്ച് തരാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു വേണ്ട, അത്രയും ദൂരം എനിക്ക് 2-3 പെമ്പിളാരെ പണ്ടത്തെ കാലത്തെ പോലെ എവിടെയെങ്കിലും ഇട്ടിട്ട് പോകാൻ പറ്റത്തില്ല. എനിക്ക് ടെൻഷനാണ്, കാരണം ഞാൻ വേലി ചാടി വന്ന് എങ്ങനെയാണെന്ന് നമുക്ക് അറിയാത്തതുകൊണ്ട് അതെൻ്റെ മക്കൾക്ക് വരെ നമ്മൾ സൂക്ഷിക്കണമല്ലോ. അപ്പോൾ ഞാൻ അത് പറ്റൂല. അപ്പോൾ ഇവിടെയാണ് ചേട്ടൻ്റെ ആൾക്കാരൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ അത് പറഞ്ഞിട്ട് പറഞ്ഞ് സുധീർ കാര്യം ചെയ്യുന്ന സ്ഥലം മേടിച്ചോ, എത്ര റിസ്ക് എടുത്തിട്ടാണ് ഞങ്ങൾ സുധിക്ക് പെര വെച്ച് തരാമെന്ന്. ആ ഒരു വാക്ക് ഉറപ്പാണോ ഞാൻ എടുത്തെടുത്ത് ചോദിച്ചു. 100% നിങ്ങൾ ഉറപ്പാണെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ബാങ്കിൽ ലോൺ എടുത്തിട്ടാണ് ഇപ്പോൾ ഞാൻ സ്ഥലം മേടിച്ചിരിക്കുന്നത്. പിന്നെ ഈ ബമ്പർഷീറ്റിന് കിട്ടിയ പൈസയും യൂട്യൂബിൻ്റെ പൈസയൊക്കെ ചേർത്ത് വെച്ചാണ് ഞാൻ സ്ഥലം മേടിച്ചിരിക്കുന്നത്. സ്ഥലം മേടിച്ച് പേരിലെഴുതിയ 3-ാമത്തെ ദിവസം അവർ അവിടെയും വിഷയം. അവിടെ ഞാൻ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും അപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായി നടക്കൂല, ചമ്മി. അപ്പം ഞാൻ ഇനി ഒത്തിരി കിടന്ന് ഒന്നുകൂടെ കഷ്ടപ്പെടേണ്ട വരുമെന്ന് എനിക്ക് മനസ്സിലായി. അങ്ങനെ ഇരിക്കുന്ന ദിവസം ഒരു പ്രശ്നങ്ങളൊക്കെ കടന്ന് ഒരു 4-5 ദിവസം കഴിഞ്ഞപ്പം ഇതിൻ്റെ ഇടയ്ക്ക്
ഈ പ്രശ്നമാകുന്ന കുറച്ച് മുന്നേ ഈ ജി മാഡത്തിന്റെ ഭർത്താവ് വീട്ടിൽ വന്നിട്ട് വീഡിയോ ഒക്കെ എടുത്തിട്ട് പോയി. മാരി സാർ വീടിന്റെ സ്ഥലത്തിലൊക്കെ വീഡിയോ ഒക്കെ എടുത്തിട്ട് പോയി. പെര വെച്ച് കൊടുക്കാൻ വേണം ഞങ്ങൾക്ക് സഹായിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ വീഡിയോ ഒക്കെ ഇട്ട് അത് ഒത്തിരി റീച്ചിലൊക്കെ പോയ വീഡിയോ ആയിരുന്നു. അങ്ങ് പോയി. അത് കഴിഞ്ഞിട്ട് ഈ പ്രശ്നങ്ങളൊക്കെ വരുന്നത്. അപ്പോൾ ഈ മേഡം എന്നെ വിളിച്ചിട്ട് പറഞ്ഞു സുധിമോളെ. അപ്പം എനിക്ക് അവരോടൊരു സെൻറ്റിമെൻറ്റ്സ് തോന്നി കേട്ടോ. അത്ര സോഷ്യൽ മീഡിയ ഈ പറഞ്ഞ രണിച്ചിട്ട് കാര്യമ്പോൾ അവരെയും അങ്ങോട്ട് പറിച്ച് കീറി എടുത്തിട്ട്. അപ്പോൾ എനിക്കൊരു സെൻറ്റിമെൻറ്റ്സ് കൊണ്ട് ഞാൻ എല്ലാം കഴിയും മേഡം, സാരമില്ല, പ്രശ്നമില്ല, സങ്കടപ്പെടേണ്ട, എല്ലാം മറിയും എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ മെസ്സേജ് അയക്കുമായിരുന്നു. അപ്പോൾ അമ്മയോട് എൻ്റെ അടുത്ത് പറഞ്ഞു സുധിക വിഷമിക്കണ്ട കേട്ടോ. ആ അവസ്ഥയിൽ ആ വേദനയിൽ അവിടെ നിൽക്കുമ്പോഴും എൻ്റെ അടുത്ത് പറഞ്ഞൊരു വാക്കുണ്ട്, സുധിമോൾ വിഷമിക്കണ്ട, വീട് വെച്ച് തരാൻ കേട്ടോ ഞങ്ങൾ, ഞാൻ എന്ത് കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും ഞാൻ പറഞ്ഞ വാക്ക് പാലിക്കും എന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ അവർ വിശ്വസിച്ചിരുന്നു. അങ്ങനെ അവർ കഴിഞ്ഞ ദിവസം അപ്പോൾ ഒരു എഞ്ചിനീയർ, ഇവരുടെ മാരിയോ സാറിൻ്റെ ഒരു എഞ്ചിനീയർ എന്നെ വിളിച്ചിട്ട് പറഞ്ഞ് അവരുടെ ഓഫീസിലോട്ടൊന്ന് വിളിക്കാൻ പറയും, ഓഫീസ് നമ്പർ തന്നിട്ട്. ഞാൻ വിളിച്ചപ്പോഴത്തേക്ക് അവർ എൻ്റെ അടുത്ത് പറഞ്ഞു തന്നെ പറയാം മാരിയോ സാറിൻ്റെ ഓഫീസിൽ. അത് സുധിമോളെ ആ വീഡിയോ 40% വിശ്വസിച്ചാൽ മതി വീഡിയോ വെക്കാമെന്ന്, അല്ല ആ വീഡിയോ ഇട്ടിട്ട് 1 രൂപ പോലും കിട്ടിയിട്ടില്ലെന്ന് എൻ്റെ അടുത്ത് പറഞ്ഞു. 1 രൂപ പോലും ആ വീഡിയോ ഇട്ടിട്ട് കിട്ടിയിട്ടില്ല. അതായിരുന്നു ഉദ്ദേശം. കിട്ടിയിട്ടില്ലെന്ന് പറഞ്ഞു മാരിയോ സാർ. അപ്പം ഞാൻ ഒന്നും മിണ്ടിയില്ല. അപ്പം ഞാൻ ശരി സാർ ശരി എന്ന് പറഞ്ഞു വെച്ച്. കാരണം നമുക്ക് ഉദ്ദേശം അതല്ലായിരുന്നു. ഞാൻ മേഡം എൻ്റെ അടുത്ത് പറഞ്ഞ് സുധിമോൾ ഒന്നുകൊണ്ടും വിഷമിക്കണ്ട, ഞാനൊരു അച്ചാറിൻ്റെ ബിസിനസ് തുടങ്ങിയിട്ടുണ്ട്. ആ ബിസിനസ് പച്ചയാകുവാണെങ്കിൽ എന്തെങ്കിലും ആകുവാണെങ്കിൽ സുധിമോക്ക് ഞാൻ പെര വെച്ച് തന്നോളാന്ന് പറഞ്ഞ വാക്ക് ഞാൻ പാലിക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ മേഡം കഴിഞ്ഞ ദിവസം എനിക്ക് കല്ലിട്ട് തന്നു. പണി തുടങ്ങുക നാളെ മുതൽ, തിങ്കളാഴ്ച മുതൽ. അപ്പം ആ മേഡത്തിനോട് ഒത്തിരി നന്ദിയുണ്ട്. മാരിയോ സാർ ഒഴിഞ്ഞായിരുന്നു. ഒഴിഞ്ഞല്ലേ? പൂർണ്ണമായിട്ട് ഒഴിഞ്ഞു. നല്ല പരിപാടി, വളരെ നന്നായിട്ടുണ്ട്. പക്ഷേ മേഡം എനിക്ക് കല്ലിട്ട് തന്ന് പെര വെച്ച് തരാൻ പോകുന്നു. എൻ്റെ കുഞ്ഞുങ്ങളുടെയും കയറി കൊടുക്കാനുള്ളൊരു വീട് സെറ്റാക്കുന്നത് മേഡം. ഒത്തിരി നന്ദിയുണ്ട് എനിക്ക് അവരോട്. അപ്പോൾ ചേച്ചി ഇനി അടുത്ത എന്താണ് ഈ സിനിമ മോഹങ്ങൾ? തഗ് എന്ന് പറഞ്ഞൊരു പടത്തിൽ അഭിനയിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ തെക്കിനി എന്ന് പറഞ്ഞ ബാലിസാറിൻ്റെ ഒരു പടം ചെയ്യാൻ നിൽക്കുന്നത്, അതിനൊരു വേഷമുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ അതൊക്കെ ഉള്ളൂ. അപ്പോൾ ചേച്ചിയുമായിട്ട് ഇങ്ങനെ നേരിട്ടിരുന്ന് സംസാരിക്കാനും ചേച്ചിയോട് കുറേ കാര്യങ്ങൾ ചേച്ചിയുടെ മനസ്സിലാക്കാനും ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളും ചേച്ചി ഏകദേശം എല്ലാം തന്നെ പറഞ്ഞിട്ടുണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ ഇനിയും ജീവിതത്തിൽ ഒരുപാട് ഉയർച്ചകൾ സംഭവിക്കട്ടെ. അതുപോലെ ഈ മിനി സ്ക്രീനിൽ നിന്നും ബിഗ് സ്ക്രീനിലേക്ക് കാണാനുള്ള ഭാഗ്യം ഞങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടാവട്ടെ. ഇനിയും ജീവിതത്തിൽ ഉന്നത വിജയം നേടി എന്താ പറയുക, ജീവിതത്തിൽ എല്ലാവിധ വിജയങ്ങളും ദൈവം നൽകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് അവസാനിപ്പിക്കും. താങ്ക് യു.